ഹലോ, നമസ്കാരം. എനിക്ക് ഒരു ചോദ്യം വന്നത്, എങ്ങനെയാണ് ഒരു ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നത്, ഇന്ന് ഇതിനെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ വാട്ട് ഈസ് അവർ ടൂൾ? ഞങ്ങൾ ജ്യോതിഷം ഉപയോഗിക്കുന്നവരല്ല, ജ്യോതിഷം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇല്ലമിനാറ്റീവായിട്ടോ ഒന്നുമല്ല. ദിസ് ഈസ്, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന്, ഹ്യൂമൻ സൈക്കോളജി. ലോകത്തെല്ലായിടത്തും ഹ്യൂമൻ ഒരേ തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്. അഹന്ത, അഹംഭാവം, അസൂയ, കോപം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഇതിലൊക്കെയാണ് അതിനേക്കാളും കൂടുതൽ ആർത്തി എന്നുള്ളത് ഒരു മനുഷ്യനെ ഡിസൈഡ് ചെയ്യുന്ന കാര്യം. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇത് നെഗറ്റീവാണെങ്കിൽ നമ്മളെല്ലാവരും ബിൽറ്റഡ് വിത്ത് ദാറ്റ് നെഗറ്റീവ് ഇമോഷൻ. അപ്പോൾ ഇത് ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ് നെഗ്ലക്റ്റഡ് ടൂൾ, ഹിസ്റ്ററി. ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റാണ്. എൻ്റെ ഗ്രാജുവേഷൻ ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററി റിപ്പീറ്റ് ബൈ ഇറ്റ് സെൽഫ്. അത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ സാമ്രാജ്യങ്ങൾ വീണത് ഒരേ പാറ്റേണിലാണ്, പേരും സ്ഥലവും മാത്രമേ മാറുന്നുള്ളൂ. എല്ലാം ഒരേ പോലെയാണ് നടക്കുന്നത്. മൂന്നാമത്തതാണ് എക്കോണമിക്സ്. അപ്പോൾ മണിൻ്റെ മൂവിങ് പാറ്റേൺ, അത് എങ്ങോട്ടാണ് ചായുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത്, അത് ഏതൊരു സിസ്റ്റമാണ് പോകുന്നത്. നാലാമത് ഫിലോസഫി. ഏത് ഫിലോസഫി അടിസ്ഥാനത്തിൽപ്പെടുത്തിയിട്ടാണ്, ഒരു സിസ്റ്റത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടാണ് ഓരോ ഗവൺമെൻറ്റുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, ഇപ്പോൾ മതമില്ലേ, തിയോളജിയില്ലേ? തിയോളജി ഈസ് എ ലീസ്റ്റ് ഫാക്ടർ. മതം എന്നുള്ളത് ഒരു മനുഷ്യന് ഒരേ സമയം ബലവാന് ആയുധവും ദുർബലന് പരിചയമാണ്. ദുർബലന് അതില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല, ബലവാന് അത് ദുർബലനെ കീഴ്പ്പെടുത്താൻ ഇതൊരായുധമായിട്ട് പ്രയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ ചുറ്റും കാണുന്ന ഹിന്ദു മുസ്ലിമിനെ കൊല്ലൽ, മുസ്ലിം അത് കൊല്ലൽ, ഇതൊക്കെ ഡിസ്ട്രാക്ഷൻസാണ്. ഇമ്പോർട്ടൻ്റ് ഇവൻസിൽ നിന്ന് മനുഷ്യന് മാറ്റി ചിന്തിക്കാനും ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാനും വേണ്ടി പൊളിറ്റിക്കൽ ലീഡേഴ്സ് ചെയ്യുന്ന തന്ത്രമാണ്. നമ്മളിപ്പോൾ ഇത് ഡെമോക്രസി എന്ന് പറയുന്നു. ഡെമോക്രസി എന്നുള്ളത് പാർഷ്യൽ ഓഫ് ഒരു രാജഭരണം മാത്രമായിട്ട്. ഡെമോക്രസി ഇപ്പോഴും അതിൻ്റെ കുട്ടിത്ത സ്റ്റേജിലാണ്. ഡെമോക്രസി സക്സസ്ഫുള്ളായി എന്ന് എനിക്ക് തോന്നിയെടുത്ത് ശരിക്കും ചൈനയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി അധികമിടത്തും ഡെമോക്രസി പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഡെമോക്രസി ഒരു നമുക്ക് കോപ്പി അടിക്കാൻ പറ്റുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഡെമോക്രസി, അപ്പോൾ അവിടെ ഇതില്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റില്ലേ. പക്ഷെ സ്റ്റിൽ വാട്ട് ഈസ് ദെയർ സക്സസ്? ജനക്കൂട്ടം ഒരു പക്ഷേ അബദ്ധം കാണിക്കും. നരേന്ദ്രമോദി എന്നുള്ളത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ്. അവരുടെ ഐഡിയോളജി ഒരു ഫാസിസമാണ്. അപ്പോൾ ആ ഫാസിസ്റ്റ് ഭരണകൂടത്തെ നിലനിർത്തേണ്ടത് ഇന്ത്യൻ മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഒരു താല്പര്യമാണ്. നിങ്ങൾ ഒരു വളരെ സിമ്പിൾ ടേമിൽ പറയാം. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ 5 വൻ സാമ്പത്തിക ശക്തിയായി. നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടിയത്? അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ആ ബെനിഫിറ്റ് എല്ലാം പോയത് ഗുജറാത്തികളായ അദാനിയും അംബാനിയും ഗുജറാത്തികളായ അമിത്ഷായും മോദിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ സമ്പത്ത് ഒരവിടെ കുന്നുകൂടൽ, ഒരേയിടത്ത് കുന്നുകൂടലിൻ്റെ പേരല്ല വികസനം എന്ന് പറയുന്നത്. നിങ്ങൾ വികസനം കാണിച്ചു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാം മന്ദിറും അല്ലെങ്കിൽ മറ്റേ ഗുജറാത്തിലെ ആ വലിയ സ്റ്റാച്ചു ഒക്കെയാണ് വികസനമായിട്ട് ഇവർ കൊണ്ട് നടക്കുന്നത്. ഇതാണ് വികസനം. വികസനം എന്ന് പറഞ്ഞ് എല്ലാവർക്കും തുല്യ അവസരം, കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇപ്പോഴും നമ്മളുടെ നാട്ടിൽ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന ആളുകളെയും ഭിക്ഷക്കാരെയും കാണാം. ഭിക്ഷക്കാരും റോഡ് സൈഡിൽ കിടക്കുന്ന ആളുകളും ഇല്ലാത്തൊരു നാടായിരിക്കണം സ്വാഭാവികമായിട്ടും ആക്സെപ്റ്റബിളായിട്ടുള്ള ഒരു വ്യവസ്ഥ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇന്ന് കാണുന്ന പാശ്ചാത്യ നാടുകൾ അല്ലെങ്കിൽ അമേരിക്കനെ മാത്രം ഉദാഹരിച്ചെടുക്കുക. അമേരിക്ക വലിയൊരു ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്ന നഗരമാണ്. അപ്പോൾ സമ്പന്നം ഒരിടത്ത് കുന്നുകൂടുന്നത് കൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്ന് നാം പറയാം. എന്താണ് പീസ് അല്ലെങ്കിൽ സമാധാനം? പീസ് ഈസ് നോട്ട് എ വേർഡ്, ആൻ ഓപ്പോസിറ്റ്, ദർ ഇസ് നോ വാർ.
വാറില്ലാത്ത അവസ്ഥ എന്നുള്ളതല്ല പീസ്. സമാധാനം എന്നുള്ളത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഒരു സമാധാനമാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് സമാധാനം എന്ന് പറയുന്നത്. യുദ്ധമുണ്ടാക്കാത്ത അവസ്ഥയല്ല. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കൻ സിറ്റിസനോട് എന്താണ് ചെയ്യുന്നത് നോക്കാം. അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടോ? ഇല്ല. കേരളത്തിൽ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടോ? ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്. ഫ്രീ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടോ? ഫ്രീ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്. വളരെ സിമ്പിൾ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പാശ്ചാത്യ നാടുകളിൽ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരിക്കണം. നിങ്ങൾക്കിവിടെ ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകളുണ്ട്. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ പോകാം. സമ്പത്ത് കൂടിയ ഒരു നാടാണ് എന്നുള്ളത് കൊണ്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. അമേരിക്കയിലും ദരിദ്രരും അതിദരിദ്രവും ഉണ്ട്. സ്വാഭാവികമായിട്ട് അമേരിക്കയിലും ഇപ്പോൾ നമ്മൾ വീഡിയോകളിൽ കാണുന്നതാണ് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നവരും വീടില്ലാത്തവരുണ്ട്. അമേരിക്കയിൽ അഫോർഡബിൾ ഹൗസിംഗ് അല്ല, കോസ്റ്റ് ഓഫ് ലിവിങ് ഏറ്റവും കൂടുതലാണ്. അമേരിക്കൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കടം കൊടുത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ട് കൂടുതൽ GDP കാണിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കടബാധ്യതയുള്ള ഒരു ഗവൺമെൻറ്റാണ് അമേരിക്ക. എന്തുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ് ക്രാഷ് ആകുമ്പോൾ ലോക മാർക്കറ്റ് എഫക്റ്റ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാം ഒരു എക്കോണമിക്സ് എന്ന് പറയുന്നത് ഒരു പൈപ്പിൽ എങ്ങനെ ഒരു വെള്ളം വരുന്നില്ലേ, അതുപോലെയാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ടൂറിസം ഫീൽഡിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഡ്രൈവർ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു, കാശുള്ളവൻ്റെ കഴപ്പാണ് നമ്മുടെ പഴപ്പ്. അതായത് കാശുള്ളവൻ അവന് തോന്നുകയാണ് അങ്ങനെ ടൂറിസത്തിൽ ഒരു ഹോട്ടലിൽ പോവുക, കേരളം കാണാം, കേരളത്തിൽ ആലപ്പുഴ കാണാം, മൂന്നാർ കാണാം, എന്നൊക്കെ കൊച്ചി കാണാം എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മൾക്ക് തൊഴിൽ കിട്ടുന്നത്. ഇത് വലിയൊരു എക്കോണമിക്സാണ്. ഇതാണ് എക്കോണമിക്സിൻ്റെ അടിസ്ഥാനം. കാശുള്ളവൻ സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് മാർക്കറ്റിൽ മണി ഇറങ്ങുന്നത്. അമേരിക്ക ഇപ്പോഴും വാർ ക്രൈസിസിൽ പോകുമ്പോൾ, അമേരിക്ക ഒരു വാറിൽ ഇൻവോൾവ് ആകുമ്പോൾ അമേരിക്ക എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അലൈസിന് മറ്റേ വെപ്പൺ വിൽക്കുക, അതുകൂടെ കൂടുതൽ വരുമാനം നേടുന്നതാണ്. എവറിത്തിങ് ഈസ് ബിസിനസ്. വാട്ട് എവർ യു സീ അറൗണ്ട് യു ഈസ് എ ബിസിനസ്. ദർ ഈസ് നത്തിങ് വിത്തൗട്ട് ബിസിനസ്. അതാണ് അടിസ്ഥാനം. അപ്പോൾ അമേരിക്ക വെപ്പൺ വിറ്റ് കിട്ടുന്ന ഒരു സമ്പാദ്യം അമേരിക്കൻ്റെ ഒരു മെയിൻ സമ്പാദ്യമാണ്. അമേരിക്കയിൽ ക്രൈസിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക അതിൻ്റെ അലൈസിനാണെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാണ്ടിരിക്കണം. ആ പേയ്മെൻറ്റ് കൊടുക്കാണ്ടിരിക്കുന്ന ഇമ്പാക്റ്റ് മാർക്കറ്റിന് മൊത്തം ബാധിക്കുന്നു. നമ്മളുടെ ലോകത്തിൻ്റെ എക്കോണമിക്സിനെ കണക്ട് ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. വാട്ട് എവർ ഹാപ്പനിങ് ഇൻ ദ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് അഫക്റ്റിംഗ് അവർ എക്കോണമിക്സ് ആൾസോ. മുമ്പ് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ്റെ കഥ എല്ലായിടത്തും ഒന്നാണിടാം. ഇതാണ്. അതായത് അമേരിക്കയിൽ നിന്ന് ഒരാളൊരു കാറ് മേടിക്കുന്നത് നിങ്ങളെ ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾ വേറൊരു തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നു. വി ആർ ആൾ ജസ്റ്റ് പാർട്ട് ഓഫ് ജസ്റ്റ് ലൈക്ക് എ ബിഗ് ചെയിൻ. ഏതെങ്കിലും ഒരാൾ പേയ്മെൻറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യും. വളരെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കമ്പനി നടത്തുകയാണ്. നിങ്ങളൊരു കമ്പനി നടത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു സപ്ലയർ, ഒരു ബയ്യർ എപ്പോഴും നിങ്ങളുടെ അടുത്ത് സാധനം മേടിച്ചു കൊണ്ടുവന്നിട്ട് ആദ്യം കുറച്ച് ക്രെഡിറ്റ് ചോദിച്ചു, കുറച്ച് ക്രെഡിറ്റ് കൊടുത്തു, പിന്നെ പതുക്കെ ആ ക്രെഡിറ്റ് എമൗണ്ട് കൂടി, പിന്നെ പതുക്കെ നമ്പർ ഓഫ് ഡേയ്സ് കൂടി, ഇതൊക്കെ ഒരു ദിവസം അയാൾ പൊട്ടിപ്പോയി. അതായത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു കഴിഞ്ഞാൽ വേൾഡ് അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതേ സിസ്റ്റം തന്നെയാണ് എല്ലായിടത്തും. ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്, ജസ്റ്റ് ഒബ്സർവേഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്. ബൈ.